നമസ്കാരം. പാചകവാതക സബ്സിഡി ലഭിച്ചവർക്ക് SMS വന്നെങ്കിൽ ഇനി സബ്സിഡി ലഭിക്കില്ല. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ പാചകവാതക സബ്സിഡിയാണ് ഇപ്പോൾ റദ്ദാകുന്നത്. സാമ്പത്തികമായി ദുർബലരും ഇടത്തരം വരുമാനക്കാരുമായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് സബ്സിഡി തുക നേരിട്ട് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിരുന്നത്. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്സിഡി റദ്ദാകാൻ പോകുന്നത്. പൊതുമേഖല എണ്ണ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിൻ്റെ രേഖകൾ പരിശോധിച്ചാണ് വരുമാനം കണക്കാക്കുന്നത്. പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർധനയുണ്ടാകും എന്ന വാർത്ത പുറത്തെത്തിയതോടെയാണ് സബ്സിഡി റദ്ദാക്കുന്ന വാർത്തയും വന്നിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 1000 രൂപയോളമാണ് ഈ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഗാർഹിക സിലിണ്ടറിനും വില വർദ്ധിപ്പിക്കുമെന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനമുള്ള ഉപഭോക്താക്കളോട് 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമീപകാലത്ത് നടന്ന KYC പുതുക്കൽ നടപടികൾക്ക് ശേഷമാണ് പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. ആദായനികുതി വിവരങ്ങൾ പരിശോധിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഒപ്പം ഉയർന്നിട്ടുണ്ട്. പാചകവാതക കമ്പനികൾ അയക്കുന്ന സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട്. ഏജൻസികളിൽ നിന്ന് കൃത്യമായ വിശദീകരണം ലഭിക്കാത്തതും പ്രശ്നങ്ങൾക്കിടയാക്കുന്നുമുണ്ട്. വളരെ കുറഞ്ഞ സബ്സിഡിയാണ് നിലവിൽ ലഭിക്കുന്നത്. ഓരോ സിലിണ്ടറിനും 24 രൂപയാണ് നിലവിൽ സബ്സിഡിയായി നൽകുന്നത്. മുൻപ് അത് 400 രൂപയായിരുന്നു. ലോക്ക്ഡൗൺ കാലത്താണ് സബ്സിഡി 24 രൂപയാക്കി കുറച്ചത്. ഈ തുകയാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുന്നവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ 7 ദിവസത്തിനകം പരാതിപ്പെടാം. 1800 233 33 555 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അതത് കമ്പനികളുടെ പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.